ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായ റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 2. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 3. 1953 നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. 4. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരമനുഷ്ഠിച്ചു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് 1, 2, 4. 1. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 2. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 4. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരമനുഷ്ഠിച്ചു. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ SK ദർ. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ SK ദർ. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവശ്യ കമ്മീഷൻ JVP കമ്മിറ്റി. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവശ്യ കമ്മീഷൻ JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. JVP ജവഹർലാൽ നെഹ്റു, V വല്ലഭായ് പട്ടേൽ, P പട്ടാഭി സീതാരാമയ്യ. JVP കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. 1953 ഒക്ടോബർ 1 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനു വേണ്ടി 58 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനു വേണ്ടി 58 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. യോജിക്കാത്ത പ്രസ്താവന. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 2. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 3. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ്. 4. മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് 1, 3. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവനകൾ. യോജിക്കുന്ന പ്രസ്താവനകളാണ് ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. അതുപോലെ മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു.
ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഇത് എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്നു. എസ്റ്റേറ്റുകൾ. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഇത് എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവരാണ് പുരോഹിതന്മാർ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ. അവർ ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്നവരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ. അതുപോലെ കർഷകരിൽ നിന്നും തിദൈ എന്ന നികുതി പിരിച്ചു. കർഷകരിൽ നിന്നും തിദൈ എന്ന നികുതി പിരിച്ചു. അതുപോലെ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒന്നാം എസ്റ്റേറ്റുകാർ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുപോലെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചത് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാരാണ്. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവരാണ് പ്രഭുക്കന്മാർ. ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാർ. അവർ സൈനിക സേവനം നടത്തിയവരാണ്. സൈനിക സേവനം നടത്തി. രണ്ടാമത്തെ എസ്റ്റേറ്റ് സൈനിക സേവനം നടത്തി. അതുപോലെ കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു. കർഷകരിൽ നിന്നും പലതരം നികുതി പിരിച്ചു. 3 വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. അവർ സൈനിക സേവനം നടത്തി. അതുപോലെ കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു. 3 വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. അതുപോലെ അവർ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നവരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റുകാർ. നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുപോലെ ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവരാണ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവരാണ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വേണേൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും. മൂന്നാം എസ്റ്റേറ്റ് ഉള്ളവർക്ക് ഭരണത്തിൽ ഒരവകാശവുമില്ല. അതുപോലെ തൈലേ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. തൈലേ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. അതുപോലെ താഴ്ന്ന സാമൂഹിക പദവിയാണ് അവർക്കുള്ളത്. താഴ്ന്ന സാമൂഹിക പദവി. പിന്നെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ ഭരണത്തിൽ ഒരവകാശമില്ല. തൈലേ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. അതുപോലെ താഴ്ന്ന സാമൂഹിക പദവിയാണ്. പ്രഭുക്കന്മാർക്കും പുരോഹിതർക്കും നികുതി നൽകണം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോഡ് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോഡ് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20. അതുപോലെ ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയായിരുന്ന ബാസ്റ്റൽ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14. ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയായിരുന്ന ബാസ്റ്റൽ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക. ഫ്രാൻസ് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14. ഫ്രാൻസ് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14.